തൃപ്പൂണിത്തുറ പേട്ട പാലത്തിൻ്റെ മുകളിൽ ഇന്ന് വൈകുന്നേരം ഉണ്ടായ ഒരു അപകടത്തിൻ്റെ ബാക്കിയാണിത്. ഇതൊരു ഊബർ ടാക്സി ഓടിക്കൊണ്ടിരുന്ന ഒരു സ്വിഫ്റ്റ് ഡിസയറാണ്. ഇത് പാലത്തിൻ്റെ കൈവരിയിൽ ഇടിക്കുകയും പാലത്തിൻ്റെ കൈവരിയിൽ ഇടിച്ച് അതിൻ്റെ തൊട്ട് പുറകെ വന്നിരുന്ന ഒരു ലോറിയിലിടിച്ച്, പക്ഷേ ലോറി മറിഞ്ഞുപോയി. ഇത് മറിഞ്ഞില്ല, പക്ഷേ ടോട്ടൽ ലോസായി. ഇതിനകത്തുള്ള ആളുകളുടെ അവസ്ഥയും വളരെ പരിതാപകരമാണ്. നല്ല പരിക്കുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാ ഈ കാണുന്ന കൈവരിയിലാണ് ഈ കാർ ഇടിച്ചത്. ഈ ഉയർത്തി വെച്ച ഈ ലോറി ഇത് നേരത്തെ എന്തായിരുന്നു അവസ്ഥ നിങ്ങൾ കണ്ടോ? ഈ കാണുന്നുണ്ടോ? റോഡ് മുഴുവൻ കട്ട വിരിച്ചതല്ല, ഈ ലോറി മറിഞ്ഞപ്പോൾ കട്ട മുഴുവൻ പുറത്തായതാണ്. അപ്പോൾ അതിനകത്തുനിന്ന് ലോറി ഡ്രൈവർ പുറത്തേക്ക് എങ്ങനെയൊക്കെയോ ആൾക്കാർ വലിച്ചെടുത്തു. അതുപോലെ തന്നെ കാറിനകത്തുനിന്നും ആൾക്കാരെ, പാസഞ്ചറും ഡ്രൈവറും ഉണ്ടായിരുന്നു, അവരെയും പുറത്തെടുത്തിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പിന്നെ ഈ ലോറി ഇവിടുന്ന് നീക്കിയാൽ മാത്രമേ ഈ പറഞ്ഞതുപോലെ റോഡിലെ ബ്ലോക്ക് നീക്കാൻ പറ്റുള്ളൂ. അത് ഇതേ വടം കെട്ടിയിട്ടാണ് ഈ ലോറി, മറിഞ്ഞ ലോറി ഉയർത്തിയത് ഫയർഫോഴ്സ് വന്നിട്ട് വടം കെട്ടി വലിച്ചിട്ടാണ്. അതോടൊപ്പം തന്നെ നാട്ടുകാരും അവിടെ കൂടിയിരുന്ന എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ വണ്ടി നേരെയാക്കി. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ എടുത്തു പറയേണ്ടത് ഫയർഫോഴ്സ്, അതുപോലെ തന്നെ ഇവിടുത്തെ യൂണിയൻകാർ, നാട്ടുകാർ ഒക്കെ പെട്ടെന്ന് തന്നെ അവർ അതിൽ ആക്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പം പിന്നെ ഇപ്പോൾ ഇത് റോഡിന് ക്രോസ്സായിപ്പോയി. ഈ ലോറി റോഡിന് ക്രോസ്സായ ലോറി പിന്നെ ഇവിടുന്ന് മാറ്റലാന്ന് പണി. അപ്പം ഇത് സ്റ്റക്കായി എന്നാണ് ആദ്യം പറഞ്ഞത്, ടയർ കറങ്ങുന്നില്ല എന്നുള്ളത്. പിന്നെ ഈ ഫയർഫോഴ്സിൻ്റെ ഒരു ഡ്രൈവർ അതിനകത്ത് കയറിയിട്ട് അയാൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വണ്ടി സ്റ്റാർട്ടായി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ വണ്ടി സ്റ്റാർട്ടായി. പിന്നെ ഇത് അവിടെ ഇട്ട് തിരിച്ച് വെച്ചതിന് ശേഷം അവിടുത്തെ യൂണിയൻകാർ വളരെ പെട്ടെന്ന് തന്നെ അവിടെയുള്ള കട്ടയെല്ലാം പെറുക്കി ഇതിനകത്തിട്ടു. കട്ടയെല്ലാം പെറുക്കി ഇട്ടതിന് ശേഷം മാത്രമാണ് ഈ അവിടുത്തെ ബ്ലോക്കെല്ലാം കൂടി നിവർക്കാൻ പറ്റിയത്. ഇതിൽ പ്രധാനമായിട്ടും യൂണിയൻകാർ, അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ഫയർഫോഴ്സിൻ്റെ ആളുകൾ, വേറൊരു ടീമുണ്ട്, ഈ വരുന്നുണ്ടോ, മൈജിയിലെ സ്റ്റാഫുകളാണ്. ഇവരുൾപ്പെടെ ഈ കട്ടയെല്ലാം കൂടെ പെറുക്കി അതിനകത്ത് വെക്കാൻ വേണ്ടി കൂടി എന്നുള്ളതാണ്. അതായത് നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്നിട്ട് വേഗം കട്ടകളെല്ലാം അതിനകത്ത് പെറുക്കി ലോറി അവിടെ നിന്ന് മാറ്റിയതിന് ശേഷം പിന്നെ ബാക്കിയുള്ള ഈ പൊടിയായിട്ടുള്ള കട്ട, അത് ആൾക്കാർ പറഞ്ഞു അതവിടെ വെച്ച് കഴിഞ്ഞാൽ പണിയാവും, ബൈക്കും ചെറിയ വണ്ടികൾക്ക് അത് ബുദ്ധിമുട്ടാവുമെന്ന് ഫയർഫോഴ്സ് തന്നെ പറഞ്ഞു ആദ്യം. എന്നിട്ട് പിന്നെ അവരും യൂണിയൻകാരും എല്ലാവരും കൂടെ ചേർന്നിട്ട് അതെല്ലാം കൂടെ വാരി സൈഡിലേക്ക് ഇട്ടു. അതിന് ശേഷം ആണ് ഫയർഫോഴ്സ് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒരു അപകടം ഉണ്ടായ സ്ഥലത്ത് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വെള്ളം അടിച്ച് എല്ലാം ക്ലീൻ ചെയ്യും. വെള്ളം അടിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് അവർ പോയത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ എത്തുന്നതിന് മുമ്പ് ആ കാറ് പല വാഹനത്തിലും തട്ടിയാണ് വന്നതെന്നും നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു.